പ്രണയസഖി ഭാഗം 9. ഞാൻ ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ്. എങ്ങനെയോ വിക്കി അവൾ പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിക്കും, കഴിക്കാതിരിക്കും. അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല. അവൻ്റെ ശബ്ദം ഒന്നുകൂടി ഉയർന്നു. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പതിച്ചിരുന്നു എങ്കിലെന്ന് തോന്നിപ്പോയി വർണ്ണയ്ക്ക്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിന്നോട് ഞാൻ കരയാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല വർണ്ണ ദിവാകരൻ. അവൻ അവളുടെ പേര് ഒന്ന് ഊന്നി പറഞ്ഞു. പുറത്തേക്ക് ഒഴുകാൻ നിന്ന മിഴിനീരിനെ അവൾ കൈ ഉയർത്തി തുടച്ചൊന്ന് നീക്കി. ഇപ്പം തന്നെ ഈ മുറിയിൽ നിന്ന് പോകാൻ നോക്ക്. ഇനി മേലിൽ എൻ്റെ ഒരു കാര്യത്തിലും നീ ഇടപെടരുത്. അവൾക്ക് അവൻ താക്കീത് കൊടുത്തു. അവളുടെ ഹൃദയത്തിൽ ഒരു കല്ലെടുത്തു വെച്ച പോലെ ഭാരം നിറഞ്ഞു. വിങ്ങലുമായിരിക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു കടാര കുത്തിയിറക്കിയ പോലുള്ള വേദന. അവളുടെ ഉള്ളിൽ വീണ്ടും സങ്കടങ്ങളുടെ ഒരു കടലിരമ്പി. പുറത്തേക്ക് വരാൻ നിന്നിരുന്ന ഗദ്ഗതത്തെ ചുണ്ടു കൂട്ടിപ്പിടിച്ച് തടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുറിയിൽ നിന്നും അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ച് അതിൽ ചാരി നിലത്തേക്കിരുന്നു. സങ്കടം ഉള്ളിൽ അണപൊട്ടിയൊഴുകി. പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീര് കണ്ണുകളിൽ നിന്നും ധാരധാരയായി ഒഴുകി. ഒന്നും വേണ്ടായിരുന്നു, അർഹിക്കാത്തതൊന്നും വേണ്ടായിരുന്നു. എന്തിനാ ദൈവമേ ഇതുപോലൊരു പാഴ്ജന്മത്തെ നീ സൃഷ്ടിച്ചത്? അവളുടെ ഉള്ളം ഓരോന്ന് പറഞ്ഞു തേങ്ങി. ജീവിതത്തിൽ ഇന്നോളം ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചൊരു ജന്മമാണ് തൻ്റേത്. ഇതിൽ നിന്നും ഇനിയൊരു മോചനമില്ലേ എൻ്റെ ദേവി? അവളുടെ ഉള്ളം തേങ്ങി. ആശ്വസിപ്പിക്കാനോ സ്വയം ഒന്ന് ആശ്വാസമാകാനോ അവൾക്ക് ആരും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിൽ എല്ലാ സങ്കടങ്ങളും ഒരുമിച്ചങ്ങനെ കുമിഞ്ഞുകൂടി. ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ ഏങ്ങി കരഞ്ഞു. അവളുടെ കരച്ചിലിൽ ശരീരമാകെ ഉലഞ്ഞു പോയിരുന്നു. ഇന്നലെയും ഒത്തിരി കരഞ്ഞു. ഇന്നും കരഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നോവുകളും സങ്കടങ്ങളും അവളുടെ മുന്നിൽ ഒരുപോലെ തെളിഞ്ഞു വന്നു. അവനിപ്പോൾ ചീത്ത പറഞ്ഞതിനേക്കാളും അവളുടെ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളും അവളെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങിയതും അവൻ അവൻ്റെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് എങ്ങോട്ടോ പോയിരുന്നു. ലക്ഷ്യമില്ലാത്ത യാത്ര കണക്ക് അവൻ്റെ വണ്ടി മുന്നോട്ട് കുതിച്ചു. അവൻ്റെ മനസ്സിലും ചിന്താഭാരമേറി. താൻ അവളോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു. അവളോട് അത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവൻ്റെ ബുദ്ധിയും മനസ്സും ഒരുപോലെ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ബോധം അവനിൽ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അങ്ങനത്തെ ചിന്തകൾക്കൊടുവിൽ അവൻ വണ്ടി തിരികെ വീട്ടിലേക്ക് പായിച്ചു. തിരികെ വീട്ടിലേക്കെത്തുമ്പോൾ സമയം ഏകദേശം 5 മണിയോടടുപ്പിച്ചായിട്ടുണ്ട്. അകത്തേക്ക് കയറി അവളോടൊരു സോറി പറയാം എന്ന് കരുതി അവൻ അവളുടെ മുറിയിലേക്ക് നോക്കുമ്പോൾ അത് അടഞ്ഞു കിടക്കുകയാണ്. അവൻ വാതിലിൽ കൊട്ടി, പക്ഷേ അനക്കമൊന്നും ഉണ്ടായില്ല. ഇനി അന്നത്തെ പോലെ ഉണ്ടാവണ്ടെന്ന് കരുതി അവൻ വാതിൽ തുറന്ന് നോക്കാനും നിന്നില്ല. അവളുടെ മുറിക്കകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൻ അവൻ്റെ മുറിയിലേക്ക് കയറി. സമയം പതിയെ കടന്നുപോയി. അവൻ വീടിൻ്റെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വൈകിട്ട് ഏകദേശം 5 മണിയായി. ഇപ്പോഴും അവളുടെ മുറിയിൽ നിന്നും അനക്കമൊന്നുമില്ല. ഇനി വല്ല അബദ്ധവും? ആ ചിന്തയിൽ തന്നെ അവൻ്റെ ഉള്ളൊന്ന് കെടുത്തു. അവൻ അവളുടെ വാതിലിൽ വന്ന് ശക്തമായിട്ടൊന്ന് കൊട്ടി. എന്നിട്ടും അനക്കമൊന്നുമില്ല. അവൻ വാതിൽ പിടിയിൽ പിടിച്ച് തിരിച്ചു നോക്കി. അത് ലോക്കല്ല. പക്ഷേ ലോക്ക് ചെയ്തിട്ടില്ല എങ്കിലും വാതിൽ തുറയുന്നില്ല. ഒന്നുകൂടി ഒന്ന് തള്ളിയപ്പോൾ വാതിൽ പതിയെ ഒന്ന് തുറന്നു വന്നു. അവൻ വാതിലിൻ്റെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കി. നോക്കുമ്പോൾ വാതിലിനടുത്തായിട്ട് വർണ്ണ കിടക്കുകയാണ്. വേഗം തന്നെ അവൻ വാതിൽ ഒന്നുകൂടി ശക്തിയിൽ തുറന്ന് അകത്തേക്ക് കയറി. വർണ്ണ! താഴേക്കിരുന്ന് അവൻ അവളെ വിളിച്ചു. പക്ഷേ അവളിൽ നിന്ന് മറുപടിയൊന്നുമില്ല. വർണ്ണ, എഴുന്നേൽക്ക്! അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി ആകുലതയോടെ വിളിച്ചുകൊണ്ടിരുന്നു. അനക്കമൊന്നുമില്ല എന്ന് കണ്ടതും അവൻ മുറിയിൽ ജഗ്ഗിലിരുന്ന വെള്ളം കയ്യിലെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. എന്നിട്ടും അവളിൽ നിന്ന് ഞെരുക്കമല്ലാതെ അനക്കമൊന്നും വരുന്നില്ല. അവനത് കണ്ടതും പേടിയായി. വേഗം തന്നെ അവൻ അവളെ തറയിൽ നിന്നെടുത്തു. വാടിയ താമര പോലെ അവൾ അവൻ്റെ കയ്യിൽ കിടന്നു. അവളെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടത്തി വേഗം തന്നെ അവൻ കാർ ഹോസ്പിറ്റലിലേക്ക് പായിച്ചു. നിമിഷ നേരം കൊണ്ട് അവൻ്റെ കാറ് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ വന്നു നിന്നു. KM ഹോസ്പിറ്റൽ. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. ശേഷം അവളുമായിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നേഴ്സ് സ്ട്രെക്ചറുമായിട്ട് എത്തിയിരുന്നു. അവളെ അതിൽ കിടത്തി അവൻ അകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ വന്ന് പരിശോധിച്ചു. സമയം ഒരുപാട് കടന്നുപോയി. കൊണ്ടുവന്ന് ഇത്ര നേരം കഴിഞ്ഞിട്ടും ഡോക്ടർ വന്ന് എന്താണ് വിവരമെന്നോ അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. അവൻ കാഷ്വാലിറ്റിയുടെ മുന്നിലെ കസേരയിൽ തന്നെ ഇരുന്നു. സമയം കുറേ ആയിട്ടും ആരും ഒന്നും പറയാതെ വന്നതും അവന് സമനില തെറ്റും പോലെ തോന്നി. അവൻ അവിടെയുള്ളൊരു നേഴ്സിനെ വിളിച്ചു. നിങ്ങൾ എന്ത് റെസ്പോൺസിബിളാണ്? ഒരാൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത്ര നേരമായിട്ടും ആളുടെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയുമാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം? അവൻ അവരോട് കയർത്തു.
ഇത് കേട്ടുകൊണ്ടാണ് ഒരു ഡോക്ടർ അങ്ങോട്ട് വന്നത്. ശിവ, ആ ഡോക്ടർ പരിചയഭാവത്തിൽ അവനെ വിളിച്ചു. അത് കേട്ടതും അവൻ ആരാണെന്ന രീതിയിൽ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ തന്നെ ദേഷ്യം കലർന്നിരുന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? ആ ഡോക്ടർ അങ്ങോട്ട് കാര്യം അന്വേഷിച്ചു വന്നു. അത് ഡോക്ടർ, ഇയാളുടെ വൈഫിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരമൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറാവാൻ പോകുന്നു. ഇത്ര നേരമായിട്ടും ഒരു വാക്ക് ഇവിടെയുള്ള ആരും പറഞ്ഞിട്ടില്ല. ഇത്രയ്ക്കും അധപ്പതിച്ച് പോയോ KM ഹോസ്പിറ്റൽസ്? അവൻ്റെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു. ശിവ, നീ വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. അയാൾ വന്ന് അവൻ്റെ തോളിൽ കൈവയ്ക്കാനാഞ്ഞു. പക്ഷേ അവൻ നീങ്ങിക്കളഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല. എൻ്റെ വൈഫിൻ്റെ കണ്ടീഷനാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ വല്ല നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. പരിഹാസ ചുവയോടെ അവൻ അയാളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു നേഴ്സ് അങ്ങോട്ട് വന്നു. വർണ്ണയുടെ കൂടെയുള്ളതാരാ? അവൻ അവരുടെ നേരെ തിരിഞ്ഞു. ഞാനാണ്, ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അത് പറഞ്ഞതും അവൻ അവിടെ നിന്നിരുന്ന ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഡോക്ടറുടെ ക്യാബിനിൽ ഇരിക്കുകയാണ് ശിവ. കുറച്ചു കഴിഞ്ഞാണ് ഡോക്ടർ അങ്ങോട്ട് വന്നത്. ഒരു മധ്യവയസ്കയായ ലേഡി ഡോക്ടറാണ്. വർണ്ണയുടെ ആരാണ്? ഹസ്ബൻഡാണ്. എന്തോ അത് പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദം വല്ലാതെ ഒന്ന് താഴ്ന്നുപോയി. വർണ്ണയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്തു പറ്റിയതാണ്? അതറിയാനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവൻ ദേഷ്യത്തോടെ തിരികെ പറഞ്ഞു. അതല്ല മിസ്റ്റർ ശിവദേവ്, വർണ്ണയ്ക്ക് ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർ അവനോട് ഗൗരവത്തോടെ ചോദിച്ചു. അവൻ അന്നവൾ ബോധമില്ലാതെ കിടന്നത് ഓർത്തെടുത്തു. ഉണ്ട്, മുൻപ് ഒരു തവണ ഇതുപോലെ വന്നിട്ടുണ്ട്. അവൻ ആ കാര്യം ഓർത്തെടുത്തുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞു. അന്ന് ഇതുപോലെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നോ? ഇല്ല, അന്ന് മുഖത്തേക്ക് വെള്ളം തളിച്ചപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചില്ല അല്ലേ? ഡോക്ടർ അവനെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഇപ്പോൾ വെള്ളം തളിച്ചിട്ടും ഉണരാത്തത് കൊണ്ടാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്? കൊള്ളാം, നല്ല ഭർത്താവാണല്ലോ, ഡോക്ടർ ഒരു പരിഹാസ ചുവയോടെ അവനോട് ചോദിച്ചു. അവൻ മുഖമുയർത്തി അവരെ ദേഷ്യത്തോടെ നോക്കി. വർണ്ണയുടെ ബോഡി നല്ല വീക്കാണ്. മാത്രമല്ല അധികം ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ശരീരത്തിൽ ന്യൂട്രിയൻസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ കുറവ് കാണുന്നുണ്ട്. പിന്നെ ആ കുട്ടി അനീമിക്കുമാണ്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം അവഗണിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറയുമ്പോൾ അവനതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. ഇന്ന് വർണ്ണ ഭക്ഷണം കഴിച്ചോ? ഡോക്ടർ അവനോട് ചോദിച്ചു. കഴിച്ചു. അവന് അതറിയില്ലെങ്കിലും കഴിച്ചു എന്ന് മറുപടി കൊടുത്തു. വെറുതെ നുണ പറയേണ്ട മിസ്റ്റർ ശിവദേവ്. ഏകദേശം ഒരു 6 മണിക്കൂറായിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ വെള്ളമോ ഭക്ഷണമോ ചെന്നിട്ടില്ല. അതിൻ്റെയാണ് ഇപ്പോൾ BP കുറഞ്ഞ് തലചുറ്റി വീണത്. ഡോക്ടറുടെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൻ്റെ തല താണു. എന്തോ ഡോക്ടർ അങ്ങനെ പറഞ്ഞതും അവൻ അവരെ തലയുയർത്തി നോക്കാൻ വല്ലാതെ തോന്നി. താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളിലിരുന്ന് ആരോ സ്വയം കുറ്റപ്പെടുത്തുന്ന പോലെയൊക്കെയാണ് അവൻ അന്നേരം തോന്നിയത്. അതുകൊണ്ട് അവൻ ഡോക്ടറുടെ മുന്നിൽ നിശബ്ദമായി. പിന്നെ ആ കുട്ടിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡ്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബോധം തെളിഞ്ഞ് 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റൂ. ഓക്കെ, യു മേ ലീവ് നൗ, ഡോക്ടർ പരുക്കൻ ശബ്ദത്തോടെ അവനോട് പറഞ്ഞു. അവൻ ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഒരു നേഴ്സ് വന്ന് ഒരു മരുന്നിൻ്റെ സ്ലിപ്പ് കൊടുത്ത് അതൊക്കെ ഫാർമസിയിൽ നിന്നും വാങ്ങണം എന്നവനോട് പറഞ്ഞു. അതൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു വർണ്ണയെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്, ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. എന്തോ അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിനൊരാശ്വാസമായി. മരുന്നെല്ലാം കാഷ്വാലിറ്റിയിൽ ഏൽപ്പിച്ച് അവൾ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. വാതിൽ പതിയെ തുറന്നു നോക്കുമ്പോൾ അവൾ കട്ടിലിൽ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട്. അവൾക്കരികിലായിട്ട് തന്നെ ഒരു നേഴ്സും നിൽക്കുന്നുണ്ട്. അവർ അവളുടെ കയ്യിൽ ഡ്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവർ ഡ്രിപ്പ് കഴിയാനാകുമ്പോൾ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇപ്പോൾ മുറിയിലുള്ളത് വർണ്ണയും ശിവയും മാത്രമാണ്. അവൻ്റെ കണ്ണുകൾ അവളെ തേടി ചെന്നു. എന്നാൽ അവനെന്നൊരാൾ അവിടെ ഉള്ളതായി പോലും അവൾ ഭാവിച്ചില്ല. അവനെ നോക്കാനും പോയില്ല. അവൻ അവിടെയായിട്ടിട്ടിരിക്കുന്ന കസേരയിലേക്കിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ നോക്കി. അവൾ അന്നേരവും കണ്ണുകൾ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. ചിന്താഭാരത്താൽ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ഇനി ഈ ആശുപത്രിയിലെ ചിലവൊക്കെ അയാൾക്ക് ഭാരമാകുമോ എന്ന ചിന്തയാണ് ഈ നേരം അത്രയും അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇരുവരും ഒന്നും മിണ്ടാതെ ആ 4 ചുവരിനുള്ളിൽ ഏതോ ലോകത്തെന്നതുപോലെ കഴിച്ചുകൂട്ടി. സമയം കടന്നുപോയി. ഡ്രിപ്പ് തീരാൻ കുറച്ചുകൂടെ ബാക്കിയുള്ളപ്പോൾ ശിവ പോയി നേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നു. അവർ വന്ന് ഡ്രിപ്പൊക്കെ ഊരി. സമയം രാത്രിയായി. ഡ്രിപ്പിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയം നോക്കി അവൻ കഞ്ഞി വാങ്ങിക്കൊണ്ടുവന്നു. കൂടെ അത് കഴിക്കാനുള്ള പാത്രവും അവൾക്ക് വേണ്ടി മാറാനുള്ള ഡ്രസ്സും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നിരുന്നു.
അവൻ കഞ്ഞി ഒരു പാത്രത്തിലേക്ക് പകർത്തി അത് അവളുടെ നേരെ നീട്ടി. അവൾ കട്ടിലിൽ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. അവളുടെ നേരെ അവൻ കഞ്ഞി നീട്ടിയത് കണ്ടിട്ടും അവൾ കാണാത്തതുപോലെ ഇരുന്നു. കുറച്ചു നേരം കഞ്ഞി നീട്ടിപ്പിടിച്ചിട്ടും അവൾ വാങ്ങിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ അവളെ വിളിച്ചു. വർണ്ണ. താഴ്ന്ന ശബ്ദമാണെങ്കിലും അവൻ്റെ ഗൗരവത്തോടെയുള്ളതായിരുന്നു ശബ്ദം. ഇത് ആശുപത്രിയാണ്. വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഇത് വാങ്ങി കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട. കരഞ്ഞു തളർന്നത് കൊണ്ടെന്തോ അവളുടെ ശബ്ദം അധികം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. നിന്നോടിത് വേണോ വേണ്ടയോ എന്നല്ല ഞാൻ ചോദിച്ചത്, ഇത് കഴിക്കാനാണ് പറഞ്ഞത്. അവൻ്റെ സ്വരത്തിൽ ഗൗരവത്തോടൊപ്പം ദേഷ്യവും കലർന്നു തുടങ്ങി. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവന് വല്ലാതെ തോന്നി. ചുവന്ന് തളർന്നിരിക്കുന്ന മുഖവും കണ്ണുനീര് വറ്റി വരേണ്ട കണ്ണുകളും വീർത്തിരിക്കുന്ന കൺപോളകളും. അവളുടെ ആ മുഖം കണ്ടതും അവന് മനസ്സിൽ കുറ്റബോധം തോന്നി. എന്തോ അവളുടെ ആ മുഖം അവനെ സങ്കടപ്പെടുത്തി. അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി. വർണ്ണ, ഇത് കുടിക്ക്. ഇല്ലെങ്കിൽ വീണ്ടും നിന്റെ ശരീരം തളർന്നു പോകും. വീണ്ടും BP കൂടി തല ചുറ്റി വീഴും. അവൻ അവളെ വിനയപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൻ ആ കഞ്ഞിയുടെ പാത്രം അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. അവൾ അവനെയും ആ പാത്രവും മാറി മാറി നോക്കി. ശേഷം അതിൽ നിന്ന് സ്പൂണെടുത്ത് കഞ്ഞി കുടിക്കാൻ തുടങ്ങി. അവളുടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞതും അവൻ തന്നെ ആ പാത്രമൊക്കെ കഴുകി വെച്ചു. അവൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവനോടൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ സ്വയം ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. ക്ഷീണം കൊണ്ടോ എന്തോ അവൾ കിടന്നപ്പോൾ തന്നെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.